ഹലോ ഫ്രണ്ട്സ്, ഇതുപോലെ ശകലം പെരുംജീരകം ഉണ്ടെങ്കിൽ പിന്നെ എലി, പല്ലി, പാറ്റ ഇവയുടെ ഒന്നും ശല്യം ജന്മത്തുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തേത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം പെരുംജീരകത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് നമുക്കറിയാം. ശകലം പെരുംജീരകം ഉണ്ടെങ്കിൽ നമുക്ക് 1000 കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പെരുംജീരകം ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും വായുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഈ പെരുംജീരകം നമ്മൾ ദിവസേന ഭക്ഷണത്തിലോ അതോ വെള്ളം തിളപ്പിച്ചോ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വായുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വായുനാറ്റ തടയുന്നതിന് സഹായിക്കുന്നു. മോണരോഗങ്ങളെയും ബാക്ടീരിയകളെയും പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ശരീരഭാരം എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ശരീരത്തിലെ അമിത കൊഴുപ്പിനും നീരും അകറ്റാൻ സഹായിക്കുന്ന കാരണമാണ് ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വയറുവേദന, ഗ്യാസ് പ്രശ്നങ്ങൾ, ദഹനക്കേട് എന്നിവ മാറ്റുന്നതിനും ഈ പെരുംജീരകം വളരെ നല്ലതാണ്. നമുക്കറിയാം റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പെരുംജീരകവും കൽക്കണ്ടോട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു നുള്ളെടുത്ത് വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കഴിച്ച ഫുഡ് ദഹിക്കുന്നതിനും അതേപോലെ തന്നെ വായുനാറ്റം ഒക്കെ അകറ്റുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. അടുത്ത രണ്ടാമത്തേത്, ഇപ്പോൾ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാകണേ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലെ സത്തെല്ലാം അതിലോട്ടൊന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ തണുത്ത് വന്നിട്ട് നമുക്കതൊന്ന് അരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാണെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്കിത് പെരുംജീരകം ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കുടിക്കാവുന്നതാണ്. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ദിവസവും പെരുംജീരകം ടീ കുടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുടിക്കുന്ന വഴി ദഹനം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ടിപ്പ്, ഇവിടെ സൂചി നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൂചിയിൽ നൂല് കോർത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ നൂലിൻ്റെ അറ്റത്ത് നമുക്ക് ഒരു കെട്ടിടണമെന്നുണ്ടെങ്കിൽ സൂചി ആ നൂലിൻ്റെ ആ അറ്റത്ത് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ആ സൂചിയുടെ സൈഡിൽ നിന്നുള്ള നൂല് ആ സൂചിയിലോട്ട് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ സൂചി ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ നൂലയിൽ ആ ടിപ്പിലായിട്ട് നൂലിൻ്റെ അറ്റത്തായിട്ട് അവിടെ കെട്ട് വീഴുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ആ നൂലിൻ്റെ അറ്റത്ത് കെട്ട് വീണിട്ടുണ്ട്. ഇനി തയ്ച്ച് കാണിക്കുന്നുണ്ട്. തയ്ച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കെട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അത് വലിച്ച് തുണിയിൽ കോർത്തെടുത്തിട്ട് അത് വലിക്കുന്നുണ്ടെങ്കിൽ ആ കെട്ട് അവിടെ നന്നായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പോയിട്ടൊന്നുമില്ല, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് നൂലിൻ്റെ അറ്റത്ത് കെട്ടിയിടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നൂല് തീർന്ന് അത് കഴിഞ്ഞ് അടുത്ത നൂല് അതുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ടിപ്പാണ് ഇത്. അപ്പോൾ ആ തയ്ച്ചുകൊണ്ട് തീർന്നത് അതിൻ്റെ ടിപ്പും നമുക്ക് ഇനിയും അതിലോട്ട് കണക്ട് ചെയ്യാനുള്ള നൂലിൻ്റെ ടിപ്പൂടെ ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് പിടിച്ചെടുക്കുക. രണ്ടും ഒരേ രീതിയിൽ തന്നെ ഒരേ വലുപ്പത്തിൽ പിടിച്ചെടുക്കുക. എന്നിട്ട് സൂചി വെച്ചിട്ട് ആ ടിപ്പൊന്ന് മടക്കി ആ സൂചിയുടെ പുറത്തൂടെ മടക്കി ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് പിടിച്ചെടുക്കുക. എന്നിട്ട് ആ സൂചി 2-3 പ്രാവശ്യം ഒന്ന് കറക്കുക. അപ്പോൾ അങ്ങനെ കറക്കുന്ന സമയത്ത് നമ്മൾ ടിപ്പാണെങ്കിലും മടക്കി പിടിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒരു പിരി പോലെ വരുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്ന് സൂചി ഒന്ന് കറക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആ സൂചിയെ പിടിച്ചൊന്ന് വലിക്കുന്ന സമയത്ത് അവിടെ ഒരു കെട്ട് വീഴുന്നുണ്ട്. ആ 2 നൂലും തമ്മിൽ ഒരു കെട്ട് വീഴുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ആ നൂലുകൾ തമ്മിൽ നല്ലൊരു കെട്ട് വീണിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ആ നൂലിൻ്റെ പാട്ട് നമുക്ക് അത് ഒരു സിസേഴ്സ് കൊണ്ട് മുറിച്ച് കളഞ്ഞാൽ മതി. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ തുണികളൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വേറൊരു നൂലായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്.
അടുത്ത നാലാമത്തെ ടിപ്പ്, ദോശക്കല്ലിൽ നിന്ന് ദോശ ഇളക്കുന്ന സമയത്ത് ആ ദോശക്കല്ലിൽ അത് ദോശ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ദോശക്കല്ലിൽ നിന്ന് വിട്ട് വരണമെന്ന്, ഈസി ആയിട്ട് വിട്ട് വരണമെന്നുണ്ടെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് തന്നെ വിട്ട് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു മുട്ട ഞാൻ അതിലോട്ടൊന്ന് പൊട്ടിച്ച് ദോശക്കല്ലിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ അതെല്ലാം ഒന്ന് ചിക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടയുടെ മഞ്ഞ മാത്രം ഒഴിച്ചിട്ടാണെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 2-3 ഉണ്ടാക്കി. അപ്പോൾ 2-3 ഉണ്ടാക്കിയപ്പോഴും ഇതേപോലെയാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഒഴിച്ചിട്ട് ഇതുപോലെ ചിക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഈ ഒട്ടിപ്പിടിക്കത്തില്ല. ഇരുമ്പ് തവയിലൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തുള്ള മെയിൻ പ്രശ്നമാണല്ലോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ദോശ കല്ലിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മുട്ട ചിക്കി എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്ക് പറക്കി എടുക്കാം ദോശ തവയെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ചിക്കി എടുത്ത് ആ മുട്ട വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ ദോശ തവയിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ കടുകെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതായിരിക്കും കൂടുതൽ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നല്ലെണ്ണ കടുകെണ്ണയൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവി ദോശ മാവ് കോരി ഒഴിച്ചൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഈസി ആയിട്ട് തന്നെ നമ്മൾ കണ്ടോ ഇളക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും തന്നെ അതിൽ പറ്റി പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് പറക്കി എടുക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ദോശക്കല്ലിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളതോടെ ഒന്ന് പറയണേ. അടുത്ത രണ്ടാമതും ദോശ കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ആ ദോശക്കല്ലിൽ നിന്ന് ദോശ ഇളകി വരുന്നുണ്ട്. അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഈ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് പെരുംജീരകമൊക്കെ പൊടിക്കാനുണ്ടെങ്കിൽ നമുക്ക് അത് മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഇത് ശലമുള്ളതുകൊണ്ട് ഇടികല്ലിലോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ്. ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കേടായിട്ടുള്ളതൊക്കെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തതിലൊന്ന് കേടുപോലുള്ളതുകൊണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ബാക്കി വെളുത്തുള്ളി ഇതുപോലെ ഓരോന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിലോട്ടെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. ഗ്യാസ് ഓണാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അതിലെ സത്തെല്ലാം അതിലോട്ടൊന്ന് ഇറങ്ങി കിട്ടുമല്ലോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കുക. അതിലെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അങ്ങനെ 2 മിനിറ്റ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു കർപ്പൂരം കൂടെ അതിലോട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. കർപ്പൂരം കൂടെ ചേരുമ്പോൾ വെളുത്തുള്ളിയും കർപ്പൂരം കൂടെ ഉള്ള ഒരു സ്മെല്ല് ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് ചെറു ജീവികൾക്കും പ്രാണികൾക്കും ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ല് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഗ്യാസ് ഓഫാക്കി അതൊന്ന് തണുക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തണുത്ത് വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുത്തിട്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പിയുടെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് കുപ്പിക്ക് പകരം ആണെങ്കിലും നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ആ കുപ്പിയിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പെരുംജീരകവും വെളുത്തുള്ളിയും വെള്ളമൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പ്രാണിശല്യം, ഈച്ചശല്യം, പല്ലി, പാറ്റ ഒക്കെ ശല്യമുള്ള അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഈ ചെറു പ്രാണികളൊന്നും അവിടോട്ട് വരത്തില്ല. പല്ലി, പാറ്റ ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ എലിയുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്, പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നിന്നൊക്കെ സ്മെല്ലാണെങ്കിൽ ഈ എലിക്കൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അത് പിന്നെ പരിസരത്തോട്ട് പോലും വരത്തില്ല.
അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ള ആ ചണ്ടിയാണെങ്കിൽ നമുക്ക് ഇത് ചെടിയുടെ ചോട്ടിലൊക്കെ കൊണ്ടിടാവുന്നതാണ്. അപ്പോൾ ചെടിയുടെ ചോട്ടിലൊക്കെ എലിശല്യമൊക്കെ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഗാർഡനിൽ, കിച്ചൺ ഗാർഡന്, പിന്നെ പച്ചക്കറി തോട്ടത്തിലൊക്കെ നമുക്ക് ഇതൊന്നും കൊണ്ട് സ്പ്രേ ഇടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചോട്ടിലിടുന്ന സമയത്ത് എലിയുടെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കട്ടൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ പല്ലി ശല്യമൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് പിന്നെ പല്ലി പരിസരത്ത് പോലും വരത്തില്ല. 6ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് പെരുംജീരകം ഇടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പെരുംജീരകവും വെളുത്തുള്ളിയുടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മൺചിരാതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മൺചിരാതിലോട്ട് നമുക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കടുകെണ്ണ എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലോട്ടൊരു തിരി വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ തിരി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. അങ്ങനെ കത്തിച്ച് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ച് വിളക്കുകയാണെങ്കിൽ കൊതുക് ശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. സന്ധ്യാസമയത്തൊക്കെ ആണല്ലോ കൊതുകിൻ്റെ ശല്യം കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രൂക്ഷ സ്മെല്ല് കാരണം ഈ ചെറു പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ അത് കാരണം പരിസരത്തോട്ട് പോലും പിന്നെ കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അടുത്ത 7ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പാത്രം വേണം എടുക്കാൻ. എന്നിട്ട് അതിലോട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വരെ നമുക്ക് കട്ടി കുറവുള്ള തുണിയാണെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചതച്ചെടുത്ത ആ പെരുംജീരകവും വെളുത്തുള്ളിയുടെ ബാക്കിയുള്ളത് അതിലോട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കർപ്പൂരമൊക്കെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ അങ്ങനെ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് അതിന് 2 അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചെടുക്കാം. ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ തിരിച്ചെടുത്തിട്ട് പിന്നെ അതിലോട്ട് ശകലം കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കടുകെണ്ണ അതിലെല്ലാം ഒന്ന് വരത്തക്ക രീതിയിലൊന്ന് നമുക്കൊന്ന് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിയുടെ 2 അറ്റവും നമുക്കൊന്ന് കത്തിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കത്തിച്ച് വെക്കുവാണെങ്കിൽ, സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ ആ സമയത്തുള്ള ചെറു പ്രാണികളെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റുന്നതാണ്. ഈ കൊതുകിൻ്റെയൊക്കെ ശല്യം സന്ധ്യാസമയത്തൊക്കെ ഭയങ്കര രൂക്ഷമാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ അവയൊക്കെ തുരത്തി ഓടിക്കാൻ ചെറു പ്രാണികളുടെയൊക്കെ ശല്യവും പിന്നെ ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ, അതുപോലെ നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കൊതുകിനെയും ചെറു പ്രാണികളൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുത്. ഇങ്ങനെ കത്തിച്ച് വെക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ ഉണ്ടെന്ന് തന്നെ വിളിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.